ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ സമര പോരാളികളാണ്. അതേസമയം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തീവ്രവാദികളാണെന്നാണ് പാകിസ്ഥാൻ ആർമി പറയുന്നത്. എന്നാൽ ബലൂചിസ്ഥാൻ ട്രംപിന് എഴുതിയ ഒരു കത്തുണ്ട്, BLA. അതിൽ കൃത്യമായി പാക് സർക്കാർ എങ്ങനെയാണ് തീവ്രവാദത്തെ പരിപോഷിപ്പിക്കുന്നത്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, മറ്റുള്ള രാജ്യത്തിലേക്ക് തീവ്രവാദത്തെ വഴിതിരിച്ചുവിടുന്നത് എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തീവ്രവാദികൾ ഓപ്പറേഷൻ സിന്ദൂറിൽ മരണപ്പെട്ട തീവ്രവാദികളുടെ ഖബറടക്കം നടക്കുമ്പോൾ അവിടെ പാകിസ്ഥാൻ്റെ സൈനിക ഉദ്യോഗസ്ഥർ വന്ന് നിൽക്കുന്ന കാഴ്ച. കരഞ്ഞുകൊണ്ടാണ് വന്ന് നിൽക്കുന്നത്. എന്തായിരുന്നാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴിതാ ബലൂചിസ്ഥാനിൽ നിന്നും പട്ടാളക്കാർ സമ്പൂർണ്ണമായി പലായനം ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. വെറുതെ പറയുന്നതല്ല, ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പുറത്തുവിട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ കവേർട്ട്ലി ആർമി സീയിങ് സറണ്ടറിങ് ആൻഡ് ഫ്ലീയിങ് ഫ്രം ദെയർ പോസ്റ്റസ് ഇൻ ബലൂചിസ്ഥാൻ എന്നാണ് അവർ പറയുന്നത്. അതായത് പാകിസ്ഥാൻ ആർമി ഇപ്പോൾ ഭീരുക്കളായി മാറിയിരിക്കുന്നു. ആ ഭീരുക്കളായിട്ടുള്ള പാകിസ്ഥാൻ സേന അവിടെ നിന്നും പലായനം ചെയ്ത് പോവുകയാണ്, അവരുടെ പോസ്റ്റുകളിൽ നിന്നും പോവുകയാണ്. കാരണം ഇനിയും പാകിസ്ഥാൻ സേനയ്ക്ക് ബലൂചിസ്ഥാനിൽ തുടരാൻ സാധിക്കുമെന്ന് അവർ കരുതുന്നില്ല എന്നാണ് കൃത്യമായി BLA പറയുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ദേ ബീൻ ഹിറ്റ് സോ ഹാർഡ് ബൈ ബലൂച്ച് ഫ്രീഡം ഫൈറ്റേഴ്സ് ദാറ്റ് പാകിസ്ഥാൻ ഷട്ട് ഡൗൺ ദ ഇന്റർനെറ്റ് അക്രോസ് ദ റീജിയൻ ഫോർ ആൻ എൻറ്റയർ മന്ത്. അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മർദ്ദനം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പോരാട്ടം താങ്ങാൻ വയ്യാതെ, വലിയ രീതിയിലുള്ള ഒരു ആക്രമണം താങ്ങാൻ വയ്യാതെ ഇവരെല്ലാം പിന്മാറി പോവുകയാണ്. പോരാത്തതിന് അസീം മുനീർ എന്ന് പറയുന്ന അവിടുത്തെ ഫീൽഡ് മാർഷൽ, കരസേനാ മേധാവി അസീം മുനീറിന് ദേഷ്യമുള്ളവർ അല്ലെങ്കിൽ അസീം മുനീറിനെ അനുസരിക്കാത്ത പട്ടാളക്കാരെയാണ് ബലൂചിസ്ഥാനിലേക്ക് വിടുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടും പാകിസ്ഥാനിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കാരണം അസീം മുനീറിനെ അവരെങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി എന്നൊരു ചിന്തയുണ്ട് എന്നാണ് പാകിസ്ഥാൻ സൈന്യത്തിലെ ഒരു സംസാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാനിൽ നിന്ന് ഇവർ ഇപ്പോൾ സമ്പൂർണ്ണമായിട്ടും ഫ്ലീ ചെയ്തു പോവുകയാണ്, അല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ടും നാട് വിട്ടു പോവുകയാണ്, തിരിച്ചു വരികയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയി മാറിയിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇവിടെ ഈ ബലൂചിസ്ഥാനിൽ ഒരു മാസത്തേക്ക് ഇൻ്റർനെറ്റ് സംവിധാനം പൂർണ്ണമായി വിച്ഛേദിച്ച് പാകിസ്ഥാൻ സർക്കാർ ഇട്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും പോലും അവിടെയുള്ള ആക്രമണങ്ങൾക്ക്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണങ്ങൾക്ക് യാതൊരുവിധ കുറവുമില്ല എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.